ഇന്ന് രാത്രിയിലെ ദൂത്, never believe what the enemy says. ശത്രു പറയുന്നത് വിശ്വസിക്കരുത്. അടുത്തിരിക്കുന്ന ആൾക്കൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ശത്രു പറയുന്നത് വിശ്വസിക്കരുത്. ശത്രു പറയുന്നത് വിശ്വസിക്കരുത്. ശത്രു പറയുന്നത് കാഴ്ചയിൽ ശരിയാണെന്ന് തോന്നും. രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ പുസ്തകത്തിൽ തെളിയിച്ച പൗലോസ് പറയുന്ന മനോഹരമായ വാക്യം, ഞങ്ങൾ കാണുന്നത് അല്ല, കാണാത്തതിനെ. വിശ്വാസം എന്നത് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണുന്ന കാഴ്ചയിൽ ഒരു സാധ്യതയുമില്ല എന്ന് ശത്രു പറയുമ്പോൾ ഭക്തൻ പറയും, കാണുന്നതിനപ്പുറമായി എനിക്കൊരു ബോധ്യമുണ്ട്. I have a conviction. ഇന്ന് രാത്രിയിലെ ദൂതിനാധാരമായ വേദഭാഗം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം. ഇവിടെ നോക്കുന്നത് നല്ലതാണെങ്കിലും പുസ്തകത്തിൽ നോക്കിയാൽ പ്രയോജനം കൂടില്ല. എസെക്കിയേൽ 36:1. പിന്നെ എല്ലാവരും അവിടെ വരെ എത്തിയില്ല. എല്ലാവരും വേദഭാഗം എടുത്തെന്ന് എനിക്ക് കരുതട്ടെ. മതി. ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി. നീയോ മനുഷ്യപുത്ര. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 87 തവണ പരിശുദ്ധാത്മാവ് എസെക്കിയേലിനെ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നു. ദൈവത്തിന് പേരറിയാൻ വയ്യാഞ്ഞിട്ടാണ് അബ്രഹാമിനെ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച ദൈവം ശമൂവേലിനെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച ദൈവം പത്രോസിനെ കാണുമ്പോൾ അവന്റെ പേര് മാത്രമല്ല അവന്റെ അപ്പന്റെ പേര് കൂടി വിളിച്ച ദൈവം എന്തിനാണ് ഈ മനുഷ്യനെ മനുഷ്യപുത്ര എന്ന് വിളിച്ചത്? ഇബ്രായ ഭാഷയിൽ ബെൻ ആദാം. ഈ വാക്ക് ഞാൻ വായിക്കുമ്പോഴൊക്കെ എന്റെ നെഞ്ചത്തോട്ടത് ഇടിച്ചു കയറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. മനുഷ്യപുത്ര, നിന്നോടുള്ള ദൂതാണ് മനുഷ്യപുത്ര. രക്തം ജയം. മനുഷ്യൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ നാം ആരാണെന്ന് നിർണയിക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അല്ല നിർണയിക്കുന്നത്, നമ്മുടെ ഭാവി നോക്കിയാ. രക്തം ജയം. ഞാൻ കുറെ വർഷം മുമ്പ് തൃശ്ശൂർ IPC സെന്ററിന്റെ കൺവെൻഷൻ പ്രസംഗിക്കും. പ്രസംഗത്തിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാതെ നോട്ടീസ് വായിക്കും. ആ സമയത്തുള്ള യോഗങ്ങളുടെ ആ നോട്ടീസ് വായിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ പേര് വായിച്ചു. അപ്പൊ ഞാൻ പെരുവയിൽ സാമിന്റെ കൂടെ 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിരുന്ന് ഉപവാസത്തെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ ഉള്ളിൽ അന്ന് ദൈവാത്മാവ് പറഞ്ഞിരുന്നു, ഇവന് ഐ എം ഗോയിങ് ടു യൂസ് ഹിം. ആ നോട്ടീസിൽ വർഷങ്ങൾക്ക് ശേഷം ആ നോട്ടീസിൽ ഈ പയ്യന്റെ പേരാണ്. അപ്പൊ ഞാൻ അടുത്തിരുന്ന പാസ്റ്ററോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ പയ്യൻ? നമ്മൾ അങ്ങനെയാണെന്ന് ആളെ കണ്ടില്ലേലും നമ്മൾ അഭിപ്രായം പറയും. ഒരു ശുശ്രൂഷ അനുഭവിച്ചില്ലേലും നമ്മൾ അഭിപ്രായം പറയാൻ പഠിക്കല. ഈ പയ്യൻ പറഞ്ഞു, ഈ പാസ്റ്റർ പറഞ്ഞു, അവൻ ഞാളെ മോനല്ലേ പാസ്റ്റർ? അവൻ ഇന്നലെ പാസ്റ്ററല്ലേ മോനല്ലേ പാസ്റ്ററെ? എവിടം വരെ പോകാനാ?
നിങ്ങളെയും എന്നെയും ലോകം ബാക്ക്ഗ്രൗണ്ട് നോക്കി വില നിർണയിക്കുമ്പോൾ വിളിച്ചവൻ വിളിച്ച വിളി കൊണ്ടാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. നിങ്ങളുടെയും എന്റെയും ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ പുസ്തകം എടുത്തു നിൽക്കാൻ ഒരർഹതയുമില്ല. കൃപയാൽ 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 നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിന്റെ കരുണയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു. ആരോട് പറയണം? പർവ്വതം പുറത്തല്ല, അകത്തോട്ട്. ഹല്ലേലൂയ. ചിലരെ കണ്ടിരിക്കും പാസ്റ്റർ കിടന്ന് തലകുത്തി പറഞ്ഞാലും അനങ്ങത്തില്ല. ഇവിടെ അനങ്ങാത്തവൻ വീട്ടിലെങ്ങനെ അനങ്ങാൻ? ഹല്ലേലൂയ. ഒരിക്കലും എന്നോടൊരു സഹോദരൻ ചോദിച്ചു, സഹോദരൻ ഇപ്പോൾ ക്രിസ്റ്റി ബാസ്റ്റൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ICPF-ന്റെ ഒരു വൺ ഡേ സെമിനാറിന് പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അയാൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അയാളോട് പറയാണ്, ഞാൻ പോകാൻ വന്നതാ, ബട്ട് ഐ വോണ്ട് ടു ഹിയർ വാട്ട് യു ആർ ഗോയിങ് ടു പ്രീച്ച്. മീറ്റിംഗ് മുഴുവൻ അദ്ദേഹം ഇരുന്നു. അനങ്ങാതിരുന്ന ക്രിസ്റ്റി ബാസ്റ്റൻ സന്ദേശം കഴിഞ്ഞപ്പോൾ കൈ വെച്ച് പറയുക, I also need this Christ. രക്തം ജയം. അനങ്ങാത്തതിനെ അനക്കാൻ ദൈവവചനത്തിന് കഴിയും. രക്തം ജയം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരനല്ല, ഈ ഹോളി വന്നാൽ ഉടനെ അനങ്ങുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കൃപ പ്രാപിക്കുന്നവരല്ല, കൃപ പ്രാപിച്ചു വരുന്നവരാ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൃപ പ്രാപിച്ച് നിന്റെ ആലയത്തിൽ വരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ലോകക്കാരെ പോലെ അല്ല ഞങ്ങൾ കൃപ പ്രാപിച്ചവരാ. മറിയെ നോക്കി ദൂതൻ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. അവൻ ചലിക്കാത്ത ചിലതിനെ ചലിപ്പിപ്പാൻ ഇന്ന് രാവിലത്തെ ദൂത് ദൈവാത്മാവ് ആവർത്തിക്കുന്നു. ചലിക്കാത്ത ചിലതിനെ ചലിപ്പിപ്പാൻ ഈ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ചലിക്കാത്ത പ്രാർത്ഥന പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണം. എന്താ പറയണം? ആയി വരുന്നത് ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ, ഒരു വാക്ക് എടുത്തു തീരുന്നത് വരെ വായി വരുന്നൊക്കെ വിളിച്ചു പറയുന്നവരല്ലേ നമ്മൾ കണ്ടുവരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ എന്തുവാരും ദൂത് ഒരു പിടി ഇമോഷണലായി ചലിപ്പിക്കാനല്ല പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം. പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തോട് ഇടപെടുന്നവനാ. രക്തം ജയം വ്യക്തിത്വത്തോട് ഇടപെടുന്നവനാ. ലോക ചരിത്രത്തിൽ ഒരു ഗുരുവേ ഉണ്ടായിട്ടുള്ളൂ, മനുഷ്യന്റെ ഹൃദയത്തെ തൊട്ടവൻ, അത് നസറയനാ. രക്തം ജയം. എന്തു പറയണം പ്രവചിച്ച്? ശ്രദ്ധിച്ച വാക്യം, പർവ്വതങ്ങളെ ഭക്തികെട്ട കിഴവി കഥ കേൾക്കണം. കർണരസമാകുമാറുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കണോ. അന്ത്യകാലത്ത് ദൈവസഭയുടെ ദൗത്യം വർദ്ധിച്ചിരിക്കുകയാണ്. വേർപെട്ട ദൈവമക്കളുടെ ദൗത്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല എന്ന ധൈര്യത്തോടെ പറയാൻ നമുക്ക് കഴിയണം. ഇസ്രായേൽ പർവ്വതങ്ങളെ യഹോവയുടെ പ്രബോധിപ്പിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ല, സമുദായത്തിൽ നിന്നുണ്ട്. ഈ വേദപുസ്തകം എടുത്ത് ഓരോ വാക്യം വായിച്ചിട്ട് ഏതാണ്ടൊക്കെ പറയുന്ന ആളുകൾ ഞാൻ വീട്ടിൽ എന്തൊരു ഡെപ്താണ്
വെച്ച് ഇതൊക്കെയാണോ കേൾക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്റെ കാലിലെ തഴമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വെളുപ്പിനെ 3 മണി വരെയൊക്കെ ഒറ്റയ്ക്ക് മുഴുവൻ സമയവും മുഴങ്കാലിരുന്ന് പുസ്തകം വായിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു അവസരം തരണേ, ഇതൊന്ന് പങ്കുവെക്കാൻ. ജയം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിയുന്ന ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നുണ്ട്. രക്തം ജയം അവസരം അന്വേഷിച്ച് നീ പോകണ്ട. ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. വചനം സംസാരിക്കണമെന്ന ആഗ്രഹം നിന്റെ അകത്തുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. അടുത്ത പദം യഹോവയായ കർത്താവ്. How confident this man is. How confident. ഞാൻ വല്ലതും പറയാൻ വന്നതല്ല ഇവിടെ. പ്രവാചകൻ പറയുകയാണ്, ഞാൻ ലാഭക്കച്ചവടത്തിന് വന്നതല്ല ഇവിടെ. വേറെ പണിയില്ലാഞ്ഞിട്ട് വന്നതല്ല ഇവിടെ. എന്നെ ദൈവം അയച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഒരാലോചന പറയാനുണ്ട്. രക്തം ജയം യഹോവയുടെ വചനം കേൾപ്പി. ഈ ജീവസന്ധാരണത്തിനായി ഈ മരുഭൂമിയിൽ വന്നു പാർക്കുന്ന ദൈവമക്കളെ, അമേരിക്കൻ ഐക്യനാടുകളിൽ വന്നു പാർക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ എന്റെ മനസ്സിൽ വലിയ വേദനയും ബഹുമാനവും തോന്നാറുണ്ട്. രക്തം ജയം വീടും നാടും വിട്ട് ഈ പ്രദേശത്ത് വന്ന് ഏകരായി പാർക്കുമ്പോഴും കർത്താവിനെ വിട്ടുപിരിയാതെ ദൈവ സാന്നിധ്യം അന്വേഷിക്കുന്ന ഭക്തന്മാരെ, നമ്മെ വെറും കൈയായി മടക്കി അയക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. രക്തം ജയം എനിക്ക് നോക്കൂ. യു നീഡ് ടു ഗെറ്റ് ഇറ്റ്. രക്തം ജയം പ്രസംഗി ആർക്കാ പറ്റാതെ? ആർക്കാ? ഇപ്പോഴാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ യുവർ ടിപ്പ് ഓഫ് യുവർ ഹാൻഡ്സ്. അല്ലയോ? ഒരു വാക്യം എടുത്ത് സെർച്ച് കൊടുത്താൽ മതി, ആരുടെ പ്രസംഗം വേണം. പക്ഷേ അത് ഹൃദയത്തെ തൊടത്തില്ല. ഹൃദയത്തെ തൊടണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ. രക്തം ജയം എനിക്ക് നിങ്ങളോട്. ശ്രദ്ധിക്കൂ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, നിൽക്ക, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. രാവിലെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ദൗത്യം മനുഷ്യരോടുള്ള ബന്ധത്തിൽ. ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ജീവസന്ധാരണത്തിനാണ്, സംശയമില്ല. എന്നാൽ അതോടൊപ്പം അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ദൗത്യമുണ്ട്. ശ്രദ്ധിക്കൂ, എന്താണ് പറയുന്നത്? മതി, മുറിച്ച് പഠിച്ചു പോവാം. പറയാണ് എന്ത് നന്നായെന്ന, എന്തോ നന്നായെന്ന. ശത്രു നിങ്ങളെ കുറിച്ച് പറയുകയാണ് നന്നായി. നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ബിസിനസ്സിനകത്ത് പെടുമ്പോ ശത്രു പറയും നന്നായി നന്നായി. വേദവസനം വായിക്കേണ്ട സമയത്ത് ഇരുന്ന് സിനിമ കാണുമ്പോ ശത്രു പറയും നന്നായി നന്നായി. Never forget. ശ്രദ്ധിച്ച എന്തൊക്കെയാണ് നന്നായത്? എന്താ ശ്രദ്ധിച്ച പദം? പുരാതന ഗിരികൾ ഞങ്ങൾക്ക്. The most valuable, അവരിൽ ശ്രേഷ്ഠമായിരുന്നത്, അവരിൽ ഉന്നതമായിരുന്നത്, അവരിൽ മഹത്വകരമായിരുന്നത് എനിക്ക് കൈവശമായിരിക്കുന്നു. നന്നായത് നന്നായത്. എന്നോട് കടന്നില്ല, ജെന്യൂനായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ എന്തൊക്കെ സമുദായമായിട്ട് എന്തോ ലൈഫ് സ്റ്റൈൽ, ലൈഫ് ആറ്റിറ്റ്യൂഡ്, ലൈഫ് വാല്യൂസ്. ഞാൻ നിങ്ങളെ ഈ പകൽ, ഈ സന്ധ്യയിൽ ഒരു വെല്ലുവിളി ഏൽപ്പിക്കുക. തകരുന്ന സമൂഹത്തെ നോക്കി പരാതി പറയാനല്ല, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളതായി തീരട്ടെ.
ചെറുപ്പക്കാർ എന്നോട് ഇങ്ങനെ ചോദ്യം എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കുള്ള ഉത്തരം എന്താ ഇങ്ങനെ എന്ന ചോദ്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോടൊരു ചലഞ്ചാണത്. അവരെല്ലാം എങ്ങനെ വേണേലും ആകട്ടെ, ഞാൻ എന്റെ ജീവിതം ജീവിക്കും, ഞാൻ എന്റെ ജീവിതം മാതൃകയോടെ ജീവിക്കും, ഞാൻ എന്റെ ജീവിതം വിശ്വസ്തയോടെ ജീവിക്കും, ഞാൻ എന്റെ ജീവിതം കർത്താവിനായി ജീവിക്കും, ഞാൻ എന്റെ ജീവിതം മാതൃകയുള്ളതാക്കി ജീവിക്കും. ഹല്ലേലൂയ. പുരാതനമായത്, ഉന്നതമായത്, ശ്രേഷ്ഠമായത്, മഹത്വകരമായത് ശത്രു കൈവശമാക്കിയിട്ട് ശത്രു പറയുന്നു. നന്നായി. അടുത്ത പദം അടുത്ത വായിക്കുന്നു. ദൈവത്തിന്റെ ജനം, the people of God are lost. അവർ നഷ്ടപ്പെട്ടു, അവർ അന്യപ്പെട്ടു, അവർ ശത്രുവിന് കൈവശമായി. അതുകൊണ്ട് നീ അവരെ ഉപേക്ഷിച്ചു കളയണം. അതുകൊണ്ട് നീ പ്രവചിച്ച് നോക്കൂ. ദൈവത്തിന്റെ മഹത്വം ഇതാണ്. എടുത്ത് എറിഞ്ഞ് കളയുമ്പോൾ അവിടെ വന്ന് കയറി പിടിച്ചു വാങ്ങുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ വീട്ടിൽ ടെലിഫോൺ ശബ്ദിച്ചില്ല. എനിക്കറിയില്ല എന്തിനാണ് ആ ദൂത് ഇങ്ങനെ പറഞ്ഞു പോയതെന്ന്. മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം ഇന്ന് എന്റെ പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവിനെ അടുത്ത് വന്നു. ഇത് പറഞ്ഞു, മാസ്റ്റർ മെസ്സേജിനകത്ത് ഇങ്ങനെ ദൂത് പറഞ്ഞു. നമ്മൾ ആത്മനിയോഗത്തിൽ പറഞ്ഞു പോകുന്ന നാം ചിലപ്പോൾ ഓർക്കത്തില്ല. ആളുകൾ പറയും ഇങ്ങനെ പറഞ്ഞാലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീടാ പാസ്റ്റർ. എന്റെ മകളെ കുറിച്ചൊരു ദുസ്വാർത്ത പറഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ ഫോൺ ചെയ്തൊന്ന് അന്വേഷിക്കാൻ പോലും ഒരാരും കരുതില്ല. എന്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ അന്വേഷിപ്പാൻ ആരും വരാത്ത ഒരു ലോകത്തിലാണ് നാം പാർക്കുന്നത്. പലരും നമ്മെ പലതും ബഹുമാനിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അന്വേഷിച്ചു പോകാൻ മനസ്സുണ്ടോ നിനക്ക്? നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോകാൻ, എറിഞ്ഞു കളഞ്ഞതിനെ അന്വേഷിച്ചു പോകാൻ, യോഗ്യതയില്ലാത്തതിനെ അന്വേഷിച്ചു പോകാൻ, ആർക്കും വേണ്ടാത്തതിനെ അന്വേഷിച്ചു പോകാൻ നിനക്ക് മനസ്സുണ്ടോ? ശ്രദ്ധിച്ച് എന്താ പറയുന്നത്? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. തനിക്കതിനകത്തൊരു സംശയമില്ല, ഒരു ആംബിഗ്വിറ്റി ഇല്ല. തന്റെ അകത്തൊരു ബോധ്യമുണ്ട്, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്താണ്. മറക്കരുത്, ഒരു ദൈവദാസൻ ദൈവവചനവുമായി പുൽപിറ്റിൽ നിൽക്കുമ്പോൾ അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല, അയാൾ ദൈവത്തിന് പകരം നിൽക്കുകയാണ്. ദൈവത്തിന് പകരം നിൽക്കുകയാ. പത്രോസ് മനോഹരമായി പറയുന്നു, ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കും. രക്തം വൈശടം വേഗത്തിൽ അഞ്ച് കാര്യം. ഒന്ന്, നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് അതൊന്നും അറിയാതെ നാം പണ്ട് തെറ്റെന്ന് കരുതിയത് പലതും ഇന്ന് തെറ്റല്ല. പണ്ട് നമുക്ക് കാണാത്തൊരു സിനിമാ പാട്ട് കേൾക്കുന്ന തെറ്റായിരുന്നു, പക്ഷെ ഇന്ന് നമുക്കത് കേൾക്കുന്നത് തെറ്റായി തോന്നുന്നില്ല. These are realities of life. Am I not? പണ്ടൊരു സിനിമ കാണുന്നത് നമുക്കൊരു ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു, ഇല്ലേ? പക്ഷെ ഇന്ന്
ഞാൻ ICPF ക്യാമ്പ് പ്രസംഗിക്കുമ്പോൾ ഞാനൊരു പാസ്റ്ററല്ലേ, എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. 2 പിള്ളേരോട് ചോറയാ, അപ്പ പാസ്റ്ററാ, പപ്പ ഞങ്ങളോട് സിനിമ പാസ്റ്റർ. ഇന്നലെ തെറ്റായിരുന്നത് പലതും ഇന്ന് നമുക്ക് തെറ്റല്ലാതായി തീർന്നു. ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി. നമുക്ക് ഇന്ന് രാത്രി പറയണം, ജാതികൾ എന്റെ ജീവിതത്തിൽ നിന്ന് കൈവശമാക്കിയതിനെ മടക്കി വാങ്ങും. ഞാൻ മടക്കി വാങ്ങും. രക്തം നോക്കിയെടുത്ത പദം വാക്യം ഇതൊക്കെ. അവർ നിങ്ങളെ ശൂന്യമാക്കി, അവർ നിങ്ങളെ ശൂന്യമാക്കി. They have emptied you. നിന്റെ കൃപയെ അവർ ശൂന്യമാക്കി, നിന്റെ ദൈവ സ്നേഹത്തെ അവർ ശൂന്യമാക്കി, നിന്റെ വചന വെളിപ്പാടിനെ അവർ ശൂന്യമാക്കി, നിനക്കുള്ള ആത്മാക്കളെ കുറിച്ചുള്ള പാഠത്തെ അവർ ശൂന്യമാക്കി. എനിക്ക് ഈ യോഗത്തിന് വന്നിരുന്നു വാ തുറക്കാതിരിക്കുന്നവരെ കാണാൻ ഭയങ്കര സങ്കടം. ആ ഓപ്പർച്യൂണിറ്റി, ദൈവത്തെ ആരാധിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കളയുന്നല്ലോ ഇവർ. രക്തം ജയം സഹോദര, നിന്റെ വായെ അടപ്പിച്ച് ശൂന്യമാക്കുന്ന ശത്രുവിന്റെ പദ്ധതിയെ ഇന്ന് രാത്രി പൊളിക്കണം. രക്തം ജയം ശത്രുവിനോട് പറയണം, നിനക്കെന്നെ കൈവശമാക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. രക്തം ജയം ശ്രദ്ധിച്ചെടുത്ത പദം 2. അവർ നിങ്ങളെ ചുറ്റും നിന്ന്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബന്ധുക്കാരോട് എല്ലാവർക്കും താല്പര്യമാണ്? വെറുതെ കാണുമ്പോ ചിരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പോ പറയും ബന്ധുക്കാരെല്ലാം ആരുടെ കട്ടിട്ട. ഹല്ലേലൂയ. ചുറ്റും നിന്ന് കപ്പിക്കളയാന്ന് പറഞ്ഞ എന്റെ ഉള്ളിൽ വരുന്നൊരു ഒരു മനോഹരമായ ചിത്രമുണ്ട്. കർത്താവ് രൂപാന്തര മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവ് കാണുന്ന കാഴ്ച, തന്റെ ശിഷ്യന്മാരുടെ ചുറ്റും ഒരു പുരുഷാരം നിന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുകയാണ്. മഹാനായ സ്പർജനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: He came down like a general. He came down like a general into his fold. ഇന്ന് രാത്രിയിൽ നമുക്കൊരു ഉറപ്പുണ്ട്, എന്റെ ചുറ്റും നിന്ന് എന്നെ തകർത്തു കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ അവനൊരു പടയാള മേധാവിയെ പോലെ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. നിശ്ചയം എനിക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. നിശ്ചയമാണ്. എത്ര അനുഭവങ്ങൾ അവന് ദൈവദാസന്റെ ജീവിതത്തിലുണ്ട്. രക്തം ജയം നിന്നെ ഒതുക്കി കളയുവാൻ, രക്തം ജയം നിന്നെ ഇല്ലാതെയാക്കി കളയുവാൻ, നിന്നെ ശൂന്യമാക്കി കളയുവാൻ, നിന്നെ തകർത്തു കളയുവാൻ ശത്രു ഒരുങ്ങിയപ്പോൾ അവൻ ഇറങ്ങി വന്ന് ഇന്ന് രാത്രി ഓർത്താൽ അവനെ ആരാധിക്കാതിരിക്കാൻ സാധ്യമല്ല. Which is the most powerful weapon in this world? Which is the mightiest weapon in this world? Nothing less. Hallelujah. നമ്മൾ കണ്ടിട്ടില്ലയോ, നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ ജീവിതത്തിൽ ഞാൻ ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും? ഹല്ലേലൂയ. ഞാൻ ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും എനിക്കെതിരെ
എനിക്കെതിരെ എന്തിനാണ്? ദാവീദ് യോനാഥാനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്കറിയില്ലേ? ഞാൻ എന്ത് തെറ്റ് നിന്റെ അപ്പനോട് ചെയ്തു? രക്തത്താൽ ജയം, വാഗുണ്ട് നിന്നെ ഒതുക്കി കളയുവാൻ, അവൻ വാക്കുകൊണ്ട് നിന്നെ തകർത്തു കളയുവാൻ, വാക്കുകൊണ്ട് നിന്നെ ഇല്ലാതാക്കി കളയുവാൻ, ശത്രു നിന്നെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പറയണമില്ല, അതിന്റെ നടുവിൽ എനിക്ക് ജയം തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ യൗവനക്കാരായ സഹോദരന്മാരെ പ്രബോധിപ്പിക്കട്ടെ. ആരെ കുറിച്ച് ഒരു നന്മയും ചെയ്യാൻ പറ്റിയില്ല, ദോഷം. ഒരു ഹാബിറ്റ് നമുക്കിന്ന് രാത്രി പറയാം, ഞാൻ ആ കൂട്ടത്തിലില്ല, ഞാൻ ആ കൂട്ടത്തിലില്ല. ഇല്ല, ആരെ കുറിച്ചൊരു ദോഷം പറയാൻ എന്റെ നാ ഒരുങ്ങത്തില്ല. ആർക്കെതിരെയും സംസാരിപ്പാൻ എന്റെ നാ ഒരുങ്ങത്തില്ല. വായാളുകളുടെ ആ ഫലങ്ങളിൽ ശത്രു നിന്നെ പെടുത്തി കളയുമ്പോൾ ശത്രു നിന്നെ കുറിച്ച് പറയും നന്നായി. നാവിനെ കുറിച്ച് എന്താ പുസ്തകം പറയുന്നത്? നാവ് ഒരു നന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ല. സമയക്കുറവുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാ വേഗത്തിൽ. വായിച്ചേക്കാം. 5-ാമത്തെ ലോകരുടെ അപവാദ വിഷയം. മറക്കരുത്, നമുക്കൊരു നന്മ വരണമെന്ന്, നമ്മുടെ അവസ്ഥയ്ക്കൊരു ഭേദം വരണമെന്ന് ലോകത്തിന് താല്പര്യമില്ല. ഹല്ലേലൂയ. എന്തിനാ? കുറച്ചുകൂടി അകത്ത് കയറി പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് ഇന്ന് അനേകരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് അസൂയയുടെ ആത്മാവാണ്. നമുക്ക് ഇന്ന് രാത്രി പറയാനില്ല, നന്മ വരുന്നതിന് അഭിമാനിക്കട്ടെ, എന്റെ സഹോദരൻ ഉയരുന്നതിന് അഭിമാനിക്കട്ടെ. എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ ദൈവദാസനെ ദൈവം ഉയർത്തുന്നതിൽ ഞാൻ അഭിമാനിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ പറഞ്ഞ് അഭ്യസിപ്പിച്ചാട്ടെ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് കൂട്ടുകാരുടെ കുറ്റം പറയുമ്പോ അന്നേരം പറയാ, നിന്റെ കാര്യമല്ലോ പറയാം അല്ലേ? എത്ര മാർക്കുണ്ട്? ഞാൻ പറയാം, എന്റെ അടുത്തിരിക്കുന്ന മത്തായിക്ക് 8 മാർക്കാണ്. എന്റെ ഏറ്റവും എല്ലാവരെല്ലാം ചിരിക്കുക കേട്ടോ. എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരിക്ക് എന്നെക്കാൾ കുറവ്. നിനക്ക് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പണ്ട് ദൈവമക്കൾ തമ്മിൽ കണ്ടാൽ, പണ്ട് ദൈവദാസന്മാർ തമ്മിൽ കണ്ടാൽ അവർക്ക് പറയാനുള്ളത് ദൈവം അവരോട് ഇടപെട്ടതിനെ കുറിച്ചാ, ദൈവാത്മാവരോട് സംസാരിച്ചതിനെ കുറിച്ചാ, വചനത്തിൽ അവർക്ക് കിട്ടിയ വെളിപ്പാടിനെ കുറിച്ചാ. എന്നാൽ ഇന്ന് അതൊന്നും വിഷയമല്ല. ഇന്ന് ആത്മീയത ഹോളിനകത്ത് മാത്രം ഒതുങ്ങി. നമുക്ക് പറയാനില്ല, ഞങ്ങൾക്ക് ആത്മീയത ഹോളിനകത്ത് ഒതുങ്ങുന്നതല്ല. ഞങ്ങളെ പുറത്തുള്ളതാണ്, അകത്ത് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ലോകത്തിലെ ഏറ്റവും പേടി കർത്താൻ കഴിഞ്ഞാൽ എന്റെ 2 മക്കളെ. എനിക്ക് എന്റെ ഇളയ മോൻ വേറെ 8 വയസ്സുള്ള എന്നോട് ചോദിച്ചു, എല്ലാരും ആരാധിക്കുമ്പോ പാസ്റ്റർ എന്താ ഉണ്ടായിരിക്കുന്നത്? പാസ്റ്റർ കയറുമ്പോ എല്ലാരും ആരാധിക്കും. മനസ്സിലാകുന്നുണ്ടോ?
രക്തം ജയം. നിങ്ങളുടെ മുഴുവൻ കണ്ണ് എന്നില്ല, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഈ രണ്ട് കണ്ണ് നിങ്ങളെ കാണുമ്പോൾ ഈ കണ്ണ് മുഴുവൻ എന്നെ നോക്കിയിരിക്കുക, എന്റെ ബോഡി ലാംഗ്വേജ് നോക്കിയിരിക്കുക, ആരാധന മുറിയിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കുകയാ. രക്തം ജയം. നമുക്ക് ഇന്ന് രാത്രി പറയാം, എന്റെ ജീവിതം മാതൃകയുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതം മാതൃകയുള്ളതാക്കി മാറ്റാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണെന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ? രക്തം ജയം. ഞാൻ ഭായിപ്പാട്ട്, എൻ്റെ ഭാര്യയുടെ വീട് ഭായിപ്പാട്ട്, എൻ്റെ ഭാര്യയുടെ കസിനാണ്. പാസ്റ്റർ പറഞ്ഞ പോലെ രാവിലെ പ്ലസ് അവിടെ ഒരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടു. അതിനെ കുറിച്ച് ഞാൻ കേട്ടത് ഗൾഫിലാണ്. ഇവിടെ ഈ ബാത്റൂമിൽ പോകാനായിട്ട് യവനക്കാരുടെ ക്യാമ്പാ. എല്ലാവരും ബഹളം. ഇവൻ എണ്ണ തേച്ച് വാതിൽ കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കും. രക്തം ജയം. എല്ലാരും അവനെ തട്ടിയിട്ടേച്ച് പോകുമ്പോഴും അവൻ അനങ്ങാതിരിക്കും. അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പോയി കഴിയുമ്പോൾ പുള്ളി പതുക്കെ വാതിൽ. ഇന്ന് അവൻ മനോഹരമായ ഉന്നതമായ ജോലി. രക്തം ജയം. ഒരു ദിവസം കൊണ്ട് ദൈവപ്രവൃത്തി കണ്ടുവെന്ന് വരത്തില്ല. ഒരു ദിവസം കൊണ്ട് ദൈവപ്രവൃത്തി കണ്ടുവെന്ന് വരത്തില്ല. അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിൽ വിചാരകരാക്കുന്ന ദൈവമാണ്. ദൈവം നിന്റെ ലൈഫിലാണ് നോക്കുന്നത്, നിന്റെ ചെറിയ പ്രവൃത്തിയിലാണ് ദൈവം നോക്കുന്നത്. രക്തം ജയം. ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? ഇല്ല. ലോകം ഞങ്ങളെ അപവാദ വിഷയമാക്കിയാൽ ലോകത്തിന്റെ മുൻപിൽ ഞങ്ങളെ മാനിക്കുവാൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ശത്രു നിന്നെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കുന്നു. നന്നായി 4 വേദഭാഗങ്ങൾ എടുക്കാൻ ശത്രു പറയുന്നു. 1 ഉൽപ്പത്തി 37:20. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാഗങ്ങൾ. ഞാനൊരു ദൂതായി ഇതിനെ ക്രോഡീകരിച്ചു. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. 1, അവന്റെ സ്വപ്നങ്ങൾ എന്താകും? അവന്റെ സ്വപ്നം എന്താകും? ജോസഫ്, എവിടെയാണ് നിന്റെ സ്വപ്നം? മരുഭൂമിയിൽ ഒരു പൊട്ട കുഴിക്കകത്ത് കിടക്കുന്ന ജോസഫിനെ നോക്കി വിളിച്ചു പറയുന്ന ചോദ്യം, എവിടാകും നിന്റെ സ്വപ്നം? രക്തത്താൽ ജയം. എവിടെ പോയി നിന്റെ സ്വപ്നം? മറക്കരുത്, ഈ കുഴിക്കകത്ത് വീഴാൻ ഒരു കാരണം അകത്ത് കിടപ്പുണ്ട്. പാർഷ്യാലിറ്റി അറ്റ് ഹോം. കുഞ്ഞുങ്ങളുള്ളവരും മറക്കല്ലേ, നിങ്ങളൊരു പ്രധാന പ്രാർത്ഥനാ വിഷയമായിരിക്കണം. എന്റെ 2 കുഞ്ഞുങ്ങളെ ഒരുപോലെ സ്നേഹിപ്പാൻ കൃപ തരണേ കർത്താവേ, കൃപ തരണേ കർത്താവേ. വീട്ടിൽ ആരംഭിച്ച പക്ഷപാതമാണ് പൊട്ടക്കുഴിയിൽ ചെന്നുപെടാൻ കാരണമായത്. ഈ കുഴിക്കകത്ത് യൗവനക്കാരൻ കിടക്കുക എനിക്ക് അത്ഭുതമാണ്. അവിടെ എത്ര കുഴിയുണ്ട്, പക്ഷേ ഇവരാരും വിചാരിച്ചിട്ടും ചെളിയുള്ള കുഴിയിൽ ജോസഫിനെ ഇടാൻ പറ്റിയില്ല. ശത്രു നിന്നെ കുഴിക്കകത്ത് കൊണ്ടിട്ടാലും അവൻ അവിടുന്ന് രക്ഷിക്കാൻ കഴിയുന്ന കുഴിയിലെ സ്വർഗം വീഴ്ത്താൻ അനുവദിക്കത്തുള്ളൂ. തീർന്നില്ല. മിസ്രൈമിലെ കച്ചവടക്കാർക്ക് ഇവനെ വിറ്റു. മിസ്രൈമിലെ കച്ചവടക്കാരൻ ഇവനെ കൊണ്ടുപോയത് ചാണകം ചുമന്നുകൊണ്ട് പോകുന്ന ഒട്ടകത്തിന്റെ പുറത്തല്ല, സുഗന്ധദ്രവ്യത്തിന്റെ അകത്തിരുത്തിയ ജോസഫിനെ കൊണ്ടുപോയത്. ശത്രു നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന പ്രദേശത്ത് നിന്റെ ജീവിതം സുഗന്ധമാക്കി മാറ്റാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് നിർണയിക്കാൻ ഇന്ന് രാത്രി കഴിയട്ടെ ദൈവമേ. ഇല്ല നന്നായി, ഇവന്റെ ജീവിതം തീർന്നുപോയി എന്ന് നീ കരുതി അങ്ങ് തെറ്റിപ്പോയി. 2008 റാന്നി മറക്കാത്ത ദിവസമായി ന്യൂ ഇയർ മെസ്സേജ് കൊടുക്കാൻ വിളിച്ചു. എനിക്ക് രാത്രി 11:45 മണിയായിട്ട് മെസ്സേജ്, എന്തെങ്കിലും പ്രസംഗിക്കാം, അതല്ലല്ലോ വേണ്ടത്. 11:45 മണിയായിട്ട് എന്താണ് ദൂത് എനിക്കറിയുന്നില്ല. ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്.
അനുഭവിക്കുന്ന ദൈവദാസന്മാർക്ക് ഈ ബ്ലാങ്ക്നെസ് ആണ് നാം ദൈവത്തെ മുറുകെ പിടിക്കുന്ന സന്ദർഭം. കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീ ഇല്ലാതെ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ വളരെ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കുന്നു. എന്റെ കയ്യിൽ പ്രസംഗമുണ്ട്, പക്ഷെ പ്രസംഗമല്ല നിങ്ങൾക്ക് വേണ്ടത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദൂത് വേണം. രക്തം ജയം. ഹല്ലേലൂയ. 12 മണിക്ക് എല്ലാവരും എഴുന്നേറ്റ് ആരാധിക്കുക. അത് കഴിഞ്ഞ മെസ്സേജ് പെട്ടെന്ന് ദൈവം നീ പറഞ്ഞു, നിന്റെ മെസ്സേജ് ലൈഫ് വിൽ നോട്ട് എൻഡ് ഇൻ എ ഡേ. ലൈഫ് വിൽ നോട്ട് എൻഡ് ഇൻ എ ഡേ. മറക്കല്ലേ, ഈ കുഴിക്കകത്ത് നിന്റെ ജീവിതം തീരത്തില്ല. ഒരു ദിവസം കൊണ്ട് നീ തീർന്നു പോയെന്ന് ശത്രു പറഞ്ഞാലില്ല. ലൈഫ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സംതിങ് മോർ. രക്തത്താൽ ജയം. ഇന്ന് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല, ഇവിടെ നീ തീർന്നു പോകത്തില്ല. ഇതിനപ്പുറത്ത് ദൈവത്തിന് നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിന്റെ ജീവിതത്തെ കുറിച്ച് ആഴമായ ദർശനമുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. രക്തത്തിന്റെ ദൈവത്തിന്റെ പദ്ധതികൾ പറയുന്നത് അപ്പുറമേ. ലിംഗരാജപുരം IPC ബാംഗ്ലൂർ, ഞാൻ അജിത്തിനെ കണ്ട ഫ്ലോർ. എന്റെ ആദ്യത്തെ മീറ്റിംഗ് ആദ്യമായി ബാംഗ്ലൂർ പ്രസംഗിക്കും. എനിക്ക് ഒരു വൈകാരിക ബന്ധമുണ്ട് ബാംഗ്ലൂരിനോട്. ഞാൻ ജനിച്ചത് ബാംഗ്ലൂരിലാണ്. ഫസ്റ്റ് നൈറ്റ് മീറ്റിംഗ് തുടങ്ങുന്നതിന് ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. വാസ്തു ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ആരാന്ന് അറിയത്തില്ല. എന്നൊരു ശീലം ആരെ കുറിച്ച് ഒന്നും അന്വേഷിക്കത്തില്ല. യോഗത്തിന് വന്നാൽ യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ വരും. ഈ പുറമേയുള്ള യാതൊരു വാർത്തയും നമുക്ക് വേണ്ട. ചെറുപ്പക്കാരനോട് പെട്ടെന്ന് ദൈവത്തിന് പറയാം, നീ ബാംഗ്ലൂർ വിട്ടു. ആരാന്നറിയില്ല, എന്തിനാ പ്രാർത്ഥിക്കാമെന്ന് അറിയത്തില്ല. ഞാൻ പറയും, കുഞ്ഞെ നിന്നോട് ദൈവാത്മാവ് പറയുന്നത് നീ ബാംഗ്ലൂർ വിട്ടു. പിന്നെ ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരൻ ഞാൻ പാർക്കുന്നു. TT ജോസഫിന്റെ വീട്ടിൽ ഞാൻ പാർക്കുന്നു. എന്റെ ആത്മീയ പിതാവാണ്. അപ്പച്ചന്റെ വീട്ടിൽ വന്നു. അങ്ങനൊരു കവർ സ്വദേശിമാർക്ക് ഈ കവർ കിട്ടുമ്പോൾ ഒരു ജിജ്ഞാസ ഉണ്ട്. ഞാൻ ഈ കവർ നോക്കി അവന്റെ റെസിഗ്നേഷൻ. I was shocked. എന്നോട് ഒരു പാസ്റ്റർ ഇവിടെ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിൽ പോവാൻ ഞാൻ ഈ കത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു തരണം, എൻ്റെ കമ്പനി കൊടുക്കാൻ. ഞാനും അവനും കരഞ്ഞു. ഞാൻ പറയാ, പാസ്റ്ററിന് എന്നെ മനസ്സിലായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ കലൈപുരം അമ്മയുടെ കൊച്ചുമോനാണ്. എൻ്റെ പേര് ഫ്രെഡി. എന്നെ അമ്മച്ചി പഠിപ്പിച്ചു. കർത്താവിന്റെ കാര്യം പറഞ്ഞാൽ അപ്പ അനുസരിച്ചോ. രക്തം ജയം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവം നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം പറയുന്നത്, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ബുദ്ധി മണ്ഡലത്തിനപ്പുറത്താണ്. നിന്നെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ വളരെ വലുതാണ്. നീ ക്ഷീണിച്ച് മടുത്തു പോകാനുള്ളവനല്ല. ഉന്നതമായ സ്ഥാനങ്ങൾ ഞാൻ നിന്നെ ഇരുത്തുമെന്ന് ഇന്ന് രാത്രി എന്റെ ആത്മാവ് നിന്നോട് വാക്കു പറയുകയാണ്. ഏറ്റെടുത്തുകൊള്ളുക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആലോചനയുടെ മേൽ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. രക്തം ജയം, രക്തം ജയം. ശ്രദ്ധിച്ചേ, പാസ്റ്ററുടെ സഹോദര പുത്രിയാണ് ഇപ്പോൾ ഫ്രെഡിയുടെ ഭാര്യ. അമേരിക്കൻ കുടുംബമായി പറഞ്ഞു. ദൈവം നമ്മെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നു, നമുക്ക് പോലും നിർണയിക്കാൻ കഴിയാത്ത. രാവിലെ പ്രിയപ്പെട്ട സിസി എന്നോട് പറഞ്ഞ വാക്ക് എന്റെ മനസ്സ് വല്ലാതെ സ്പർശിച്ചു. പറയാൻ ശ്രമിച്ചാൽ അത് നമ്മളെല്ലാം ഒരുമിച്ച് ആരാധിച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ വലുതാണ്. നാം ആരും കരുതിയതല്ല. ഇന്നേ മുറിക്കകത്ത് ചെലുത്തുമ്പോൾ വളരെ വിനയത്തോടെയും താഴ്മയോടെയും പറയട്ടെ,
എന്നീ മുറിക്കകത്ത് നിൽക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഞാൻ കരുതിയതല്ല. ദൈവത്തിന്റെ വഴികളെ ഓർത്തത്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്തത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രക്തം ചെയ്യാൻ ആരോടെങ്കിലും ശുപാർശ കത്ത് മേടിച്ച് ഒരു രാജ്യത്ത് ചെന്ന് നിന്നുകൊണ്ട് എന്നെ ദൈവം അയച്ചെന്ന് പറയാൻ ഒരാൾക്ക് അവകാശമില്ല. രക്തത്താൽ ജയം അവകാശമില്ല. ദൈവം അയക്കണമെങ്കിൽ നിന്റെ ഒരു സ്റ്റെപ്പ് പോലും പാടില്ല, നിന്റെ ഒരു എഫേർട്ട് പോലും പാടില്ല. ദൈവം അയക്കുന്ന വഴികൾ ഈ രാത്രി നിന്റെ അകത്ത് കുറിച്ചു വെച്ചുകൊള്ളുക. ഈ പൊട്ടക്കിണറ്റിനകത്ത് സ്വപ്നക്കാരന്റെ സ്വപ്നം എന്തായി എന്ന് ശത്രു ചോദിക്കുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഇല്ല, ഈ കുഴിക്കകത്ത് ഞാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല, എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കുഴിക്കകത്ത് ഞാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ജോസഫിന്റെ കഥ അറിയാം. കഥ പറയുന്ന കാര്യം ആ സാധനം അത് കയറിയല്ലോ, ഇവിടെ തീരത്തില്ല, ഇവിടെ ഈ കുഴിക്കകത്ത് ഞാൻ തീരത്തില്ല. പൊത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ ഞാൻ തീരത്തില്ല, ഞാൻ തീരത്തില്ല, ഞാൻ തീരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പെർഫെക്റ്റ് പ്ലാനുണ്ട്. അത് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നു. God has a perfect plan. You don't need to move your hands. ശ്രദ്ധിച്ചാലും പറഞ്ഞില്ലേ, രണ്ടാമത്തെ പുറപ്പാട് പുസ്തകം 3-ാമത്തെ ശ്രദ്ധിക്കും. അവർ ദേശത്ത് ഉടൻ മരുഭൂമി കുടുങ്ങി. ശത്രു പറയുന്നത് ശരിയാണ്, ഞാൻ പറയും ശരിയാണ്. ശത്രു പറഞ്ഞത് ശരിയാ. കാരണം മുമ്പിൽ പുറകിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യനിര. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, ശത്രു പറയുന്നത് ശരിയാണ്. ഞാൻ എന്റെ മെസ്സേജ് ആരംഭത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചല്ലോ, കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത്. സ്കൈലൈൻ്റെ ഒരു മനോഹരമായ അഡ്വർടൈസ്മെന്റ് റോഡിലൊക്കെ എറണാകുളത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ വളരെ സ്പർശിച്ചൊരു അഡ്വർടൈസ്മെന്റ്. Seeing is unbelieving. Seeing is, കാണുവാണ് വിശ്വസിക്കേണ്ട കാര്യം. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങൾ. രക്തം ജയം. ഞങ്ങൾ എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച എറണാകുളത്ത് ഒരു പരസ്യവും നടത്തുമായി. എനിക്കൊരു വെളിപ്പാട് ദൈവാത്മാവനും ഒരു വിഷൻ തന്ന ഒരു ചിത്രം. ഞാനത് പ്രിന്റ് ചെയ്ത് ഇവനാര് എന്നെഴുതിയ കർത്താവിന്റെ ഒരു മുറിവേറ്റ മുഖം. കർത്താവിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് ആയിരുന്നു. വളരെ നന്നായി. കൈ കിട്ടിയ കളയാൻ മനുഷ്യൻ തോന്നും. അതുപോലത്തെ ഒരു സാധനം കറക്റ്റ് വിഷനായിട്ട് ദൈവാത്മാവിന് തന്നു. അത് പ്രിന്റ് ചെയ്ത് ഈ ഞങ്ങളുടെ മൺഡേ ഫെലോഷിപ്പിലെ ആളുകളെല്ലാം എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച എറണാകുളത്തെ ഓരോ കവലയിൽ മീറ്റിംഗ് നടത്തും. വളരെ നന്നായി മ്യൂസിക് ടീമിനെ കഴിച്ചു. ഒരു ദിവസം ഞങ്ങൾ കലൂർ ജംഗ്ഷനിൽ ഇപ്പുറത്ത് ഈ മീറ്റിംഗ് നടത്തുന്നത്. ഈ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്, സഹോദരിമാരുണ്ട്, അതുകൊണ്ട് ആളുകളൊക്കെ കൊടുക്കാൻ. റോഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ ഫുൾ വാച്ച് ചെയ്തു, വെൽ ഡ്രസ്ഡ്, കണ്ടാ അറിയാം ആരോ ഒരു വലിയ ആൾ. മെസ്സേജ് കഴിഞ്ഞ് ഈ മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, I need your appointment, I will call you. ഞാൻ ശരി, ഞാൻ നാട്ടിൽ കുറച്ചേറെ തിരക്കുള്ള ആളായിരുന്നു.
തമ്മിൽ വിളിച്ച് അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തെളിയിക്കും. ആരാന്നറിയുന്നില്ല. വീട്ടിൽ വന്ന് പരിചയപ്പെട്ടപ്പോൾ എറണാകുളത്ത് ഒരു പ്രസിദ്ധമായ സ്കൂളാണ് ടോക്കസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ ഭർത്താവ് രാമേന്ദ്രൻ. അയാള് റെയിൽവേയിലെ ഡിവിഷണൽ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു. അങ്ങനെ മനുഷ്യന്റെ വീട്ടിൽ വന്നിരുന്ന് 3 മണിക്കൂർ കാണും. Finally he got up and said, എനിക്ക് നിങ്ങളെ പ്രീച്ച് ചെയ്യുന്ന ഇഷ്ടം, പക്ഷേ എന്റെ പാപത്തിന് വേണ്ടി വേറൊരാൾ മരിച്ചു, എനിക്ക് വിശ്വസിക്കുന്നു. ഞാൻ കൈവിട്ടത് പറഞ്ഞു, സാർ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു. ഹല്ലേലൂയ. കാണുന്നത് കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല, കാണുന്നതിനപ്പുറത്തായി രക്തം ജയം. ഇസ്രായേൽ ജനത്ത് മുഴുവനും ഈ കാണുന്നത് കണ്ട് ഹൃദയം തകരുകയാ. ഇല്ല, മുൻപിൽ ഒരു വഴിയും കാണുന്നില്ല, പുറകിൽ ശത്രു പാളയം ഇറങ്ങിയിരിക്കുകയാണ്, ഒരു വഴിയും കാണുന്നില്ല. ഫറവോൻ വിളിച്ചു പറയുകയാണ്, നന്നായി നന്നായി, ഇവർ എന്റെ കയ്യിൽ കുടുങ്ങിക്കളഞ്ഞു. ഞാനിവരെ ശൂന്യമാക്കി, ഞാനിവരെ കൈവശമാക്കി, വായാളികളുടെ അധരങ്ങൾക്കകത്ത് ഇവർ പെട്ടുപോയി. ഇനി മുൻപിൽ ഒരു വഴിയും ഇവർക്കില്ല. They are going to end. എന്റെ ഹൃദയം ഇന്ന് രാത്രി അവൻ സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഇല്ല, ഇതിനകത്ത് ഒരു മോശയുണ്ട്. അവൻ കാണുന്നതിനപ്പുറത്ത് ഈ ചെങ്കടലിനകത്ത് അവനൊരു വഴിയാണ്. മൂന്നാമത്തെ എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ ദൂതനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് 1 ശമൂവേൽ 17. ശമൂവേൽ ദാവീദിനോട് നിനക്ക് നീ അവൻ ബാല്യം മുതൽ യോദ്ധ. Is there anything wrong in what he says? Is there anything wrong? ശൗൽ പറയുന്ന ഒരു വാക്കും തെറ്റല്ല. ശൗൽ പറയുന്ന എല്ലാ വാക്കും സത്യം, പക്ഷേ അർത്ഥസത്യം. There is an English saying, you know, half truth is dangerous than the lie. അർത്ഥസത്യം അസത്യത്തെക്കാൾ അപകടകരമാണ്. രക്തത്താൽ ജയം, രക്തം ജയം. നിനക്ക് കഴിവില്ല കുഞ്ഞെ, നിനക്ക് കഴിവില്ല കുഞ്ഞെ, നിനക്ക് യോഗ്യതയില്ല കുഞ്ഞെ, നിനക്ക് ഇതിന് അർഹതയില്ല കുഞ്ഞെ, നിന്നെക്കാൾ മിടുക്കന്മാരുണ്ട് കുഞ്ഞെ. രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് യോഗ്യതയില്ല എന്ന് ലോകം പറയുന്ന ഇടത്ത്, നിനക്ക് അർഹതയില്ല എന്ന് ലോകം പറയുന്ന ഇടത്ത് നിന്നെ കൊണ്ടുപോകാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. നമ്മുടെ കഴിവൊന്നുമല്ല. ICPF ഒരു സഹോദരി, പലർക്കും അറിയായിരിക്കും, ഷേളിയില്ല, കാണാനൊന്നും വളർത്തുന്നു.
ഒരു മെലിഞ്ഞ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഇംപ്രഷനും ഉണ്ടാകാത്തൊരു സമയം. പക്ഷെ ആ സഹോദരി നേടിയതുപോലെ എന്റെ അറിവിൽ യൗവനക്കാരെ കർത്താവിലേക്ക് നേടിയ മറ്റൊരാളില്ല. പ്രസംഗം കൊണ്ടല്ല, പാട്ടുകൊണ്ടല്ല, അവളുടെ സാന്നിധ്യം ദൈവകൃപ വ്യാപരിക്കുന്നു. അവളുടെ അകത്താത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരമുണ്ടായിരുന്നു. നിന്റെ പുറമേ ഉള്ളതല്ല ദൈവപ്രവർത്തിക്ക് ആധാരം, നിന്റെ കഴിവല്ല ദൈവപ്രവർത്തിക്ക് ആധാരം. കഴിവുണ്ടെന്ന് നീ ധരിച്ചാൽ നിനക്ക് തെറ്റിപ്പോയി. ഞങ്ങളുടെ മൂത്ത മകൻ പഠിക്കാൻ അവന്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയി. ഭംഗിയായി മിടുക്കനായി പഠിക്കുന്നത് വളരെ പ്രസിദ്ധമായൊരു കോളേജിലാണ് മാസ്റ്റേഴ്സ് കോഴ്സ് കഴിഞ്ഞു. ഒരു ദിവസം ഫോണിൽ എന്നോട് സംസാരിക്കും. അവനോട് ചോദിച്ചു, ചാച്ച ഒരാൾ നന്നായിട്ട് പഠിച്ചു നല്ല മാർക്ക് കിട്ടി ജയിച്ചാൽ അവിടെ ദൈവത്തിന് എന്താ റോള്? ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞ്, നീ പരീക്ഷ എഴുതാൻ പോകുന്നതാണ്, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു യാദൃച്ഛികമായ ഡിസംബർ 30 2010 11 ഡിസംബർ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം. ഡിസംബർ 30 അർദ്ധരാത്രിയിൽ ഞങ്ങളുടെ മകന്റെ കോൾ. ഫോണിൽ കൂടെ പൊട്ടിക്കരയുക. ചാച്ച, I am an absolute angel. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കൊരു പ്രോജക്റ്റ് കൊടുക്കണം, അത് പ്രോജക്റ്റ് പാസ്സാക്കി. ഗ്രൂപ്പ് പ്രോജക്റ്റ്. ആ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഞങ്ങൾ 3 പേര്, ഞാനും ഒരു ഇന്ത്യക്കാരനും ഒരു ജപ്പാൻ. ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തു. അവിടെ നിയമമുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വോട്ട് ചെയ്യാം, അവൻ്റെ യൂണിവേഴ്സിറ്റി ആരുടെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ യു ഹാവ് ടു പുട്ട് 4 marks. ഈ പ്രോജക്റ്റ് ഇതിന്റെ സിനോപ്സിസ് ആദ്യവും അവസാനവും മാത്രമേ ഇവൻ എഴുതിയുള്ളൂ. അതിന്റെ ഉള്ളടക്കം മുഴുവൻ ഉണ്ടാക്കിയത് മറ്റോ 2 പേരും. മറ്റോ 2 പേരോട് ഇവൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ പലയിടത്തുനിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കോട്ട് മാർക്സ് ഇടണം, എന്നിട്ട് എഴുതണം എവിടുന്ന എടുത്തത്. അത് പറഞ്ഞ് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ബട്ട് ദ പ്രൊഫസർ ഇവര് എടുത്തിരുന്നു, പക്ഷെ അവർ അവരുടെ ലാംഗ്വേജ് ആയിട്ട് മാറ്റി. അവരുടെ ലാംഗ്വേജ് ആക്കി മാറ്റിയതുകൊണ്ട് അവർ വിചാരിച്ചു കോട്ട് മാർക്സ് ഇടേണ്ട കാര്യമില്ല. അവിടെ എന്തോ സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അവരെ കണ്ടുപിടിച്ചു. എന്നിട്ട് യൂണിവേഴ്സിറ്റി ജൂറി ജനുവരി 5-ാം തീയതി അവരെ വിളിച്ചു. ദിസ് ഈസ് ഡിസംബർ 30. എനിക്ക് എന്ത് പറ്റും മോനെ? ജൂറി ഞങ്ങളുടെ എക്സ്പ്ലനേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാച്ച എന്ത് ചെയ്യും? പഠിക്കാൻ വലിയ ലോൺ എടുത്തു. ലോൺ കളി പെട്ടെന്ന് ദൈവാനന്ദ ചോദിച്ചു. അവനോട് ചോദിക്കുക. അവൻ 4 ദിവസം മുമ്പ് ചോദിച്ച ചോദ്യം. ഒരു നന്നായി പഠിച്ച നല്ല മാർക്ക് കിട്ടിയ ദൈവത്തിനെന്താ രക്തം ജയം. ജപ്പാൻകാരൻ തിരിച്ചു പോയി. അവനുമായിട്ട് ജൂറി ഫോണില്ല സംസാരിക്കും. ദൈവം ചെയ്യുന്നത് ഞങ്ങൾ 30 തൊട്ട് 5 വരെ രക്തം ജയം. യാതൊരു സാധ്യതയില്ല, ഇനി ഒരു വഴിയുമില്ല എന്ന് നീ കരുതുമ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. രക്തം ജയം. ഗോലിയാത്ത് എത്ര വലിയ മല്ലനുമാകട്ടെ, എന്ത് ആയുധ ബലവും അവനുണ്ടായിരിക്കട്ടെ, അവന്റെ കഴിവുകൾ എത്ര ഉന്നതമായിരിക്കട്ടെ, എന്നാൽ ഭക്തൻ പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്തുമ്പോൾ രക്തത്താൽ ജയം. മുട്ടുകുത്തുമ്പോൾ ആമേൻ. ഗോലിയാത്തിന്റെ അധികാരത്തിന് അപ്പുറം ചലിക്കുന്ന ഒരു കരം നിനക്ക് വേണ്ടി ഉണ്ട്. കഥ അവിടെ തീർന്നു. കൃപയാൽ ജൂറി അക്സെപ്റ്റ് ചെയ്ത അവരുടെ എക്സ്പ്ലനേഷൻ. ഞങ്ങളിങ്ങനെ 5-ാം തീയതി വൈകിട്ട് കാത്തിരിക്കുകയാണ്.
അവന്റെ കോളിന് വേണ്ടി ഇതൊക്കെ മനസ്സിലാകാം. ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ. അവന്റെ കോൾ വേണ്ടി ഇങ്ങനെ വീട്ടിൽ കാത്തിരിക്കുക. കോള് വന്നു പറഞ്ഞു, I learned 8 lesson. ഇവൻ തന്നെ എൻ്റെ കൂടെ 20 ദിവസം ഇരുന്നാലേ അതൊക്കെ വേറെ കാര്യം. നല്ല കൃപയുള്ള ആള്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ അതെന്റെ കഴിവാണെന്ന് വിചാരിക്കാൻ ഇടവരരുത്. ആമൻ. വലിയ മുറിക്കകത്ത് രാജാവായിരിക്കുമ്പോൾ, ആമൻ വലിയ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നീ മറക്കരുത്, എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ സാമർഥ്യം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ബുദ്ധിശക്തി കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല. ദൈവമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ദാവീദിനെ നന്നായി പറയാം, ഈ ഗോലിയാത്തിനെ വീഴിക്കാൻ എന്റെ കയ്യിലെ കവിത മതിയെന്ന് അവന് നന്നായി അറിയാം. അത്ഭുതമാണ് എനിക്കല്ല. ശൗലിന്റെ ആയുധമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദാവീദിന്റെ ആയുധമായിരുന്നെങ്കിൽ അവന് പറയാമായിരുന്നു, ഈ ആയുധം എന്നെ സഹായിച്ചു. ഇല്ല, ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അവൻ നിന്റെ കയ്യിൽ ഒന്നുമില്ലാതാക്കുന്നത് അവനാണ് നിന്നെ വലിയവനാക്കിയതെന്ന് തെളിയിക്കാൻ വേണ്ടിയാ. രക്തത്താൽ ജയം ഇല്ല, ഇവിടെ തീർന്നു പോയി. ശത്രു നിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ ഈ രാത്രി പറയാനില്ല, എനിക്ക് ജയം തരുന്ന രക്തം ജയം. ഈ കഥ തീരുന്നില്ല. ഒരുവനെ കൂടെ വരച്ചു കാട്ടാതെ ഈ സന്ദേശം പൂർത്തിയാക്കി. കാൽവരി കൊലമരത്തിൽ ഒരു മനുഷ്യൻ പരാജിതനെ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ലോകത്തിന്റെ കാഴ്ചയിൽ ഇത്ര പരാജയപ്പെട്ട ഒരുവനില്ല. 3.5 കൊല്ലം ഫലസ്തീൻ മുഴുവനും അവൻ വിളിച്ചു പറഞ്ഞു. ഫലസ്തീൻ മുഴുവൻ അവൻ ജയഭേരി മുഴക്കി. അവൻ ഫലസ്തീനെ ഇളക്കി മറിച്ചു. ഫലസ്തീൻ അവന്റെ കയ്യിലാകുമെന്ന് അവൻ മഹാപുരോഹിതന്മാർ കരുതി. എന്നാൽ അവനിതാ കാൽവരി കൊലമരത്തിൽ ഒരു പരാജിതനെ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ശത്രു അവന്റെ മുമ്പിൽ നിന്ന് പറയുക, നന്നായി നന്നായി നന്നായി, ഈ വനിത തോറ്റു കിടക്കുകയാണ്. ഇവിടെ ഈ വനിത പരാജയപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുൻപിൽ ക്രൂശ് പരാജയത്തിന്റെ അടയാളമായിരിക്കുമ്പോൾ ഭക്തന് ക്രൂശ് ജയത്തിന്, രക്തത്താൽ ജയം. ഇവിടുത്തെ നവീന ഉപദേശിമാർ പഠിപ്പിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് ക്രൂശിക്കപ്പെട്ട നസ്രായനെ കുറിച്ചാണ്. ലോകത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ട് കിടക്കുന്ന എന്ന് തോന്നുന്ന ഒരുവൻ, അർത്ഥപ്രാണനായി, അയോഗ്യനായി, ഒന്നിനും കൊള്ളാത്തവനായി കിടക്കുന്ന നസ്രായനെ ഇന്ന് രാത്രി നമുക്ക് സൂക്ഷിച്ചു നോക്കാം. രക്തത്താൽ ജയം അത് തോൽവിയുടെ അടയാളമല്ല, അത് ശത്രുവിന്റെ ജയം കൊണ്ടാടിയ അടയാളമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം കൽപ്പിച്ച് ക്രൂശിന്റെ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, ക്രൂശിന്റെ ജയോത്സവം കൊണ്ടാടിയ നസ്രായന്റെ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Life will not end today. നോക്കിയ സഹോദരന്മാർ, ക്രൂശ് നമ്മുടെ ഒരു മാതൃകയാണ്. പോയി
ചരിത്രം തീർന്നുപോയി, ഇവിടെ അവസാനിച്ചു. ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു ജയമില്ല എന്ന് കരുതി സീസറിന്റെ മുദ്ര വെച്ച് അടക്കിയ നസ്രയൻ രക്തം ജയം. നിങ്ങൾക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? ശത്രു ഒന്നിച്ച് നിന്ന് അവനെ ഒരു അപവാദ വിഷയമാക്കി. ഹല്ലേലൂയ. ആ വെള്ളിയാഴ്ച രാത്രി കയ്യഫാവിന്റെ അരമനയിൽ വലിയ ഉത്സവം നടന്നിട്ടുണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ഹന്നാവിന്റെ കൊട്ടാരത്തിൽ വലിയ ആഘോഷം നടന്നു കാണണം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴമറിയാൻ 3 നാൾ കൂടെ കാത്തിരിക്കേണ്ടി വരുന്നേ. രക്തം ജയം. 3 നാൾ കൂടെ കാത്തിരിക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 23-ാമത്തെ ദിവസം എന്റെ ഭാര്യ രോഗിയായി, എഴുന്നേക്കാൻ പറ്റുന്നില്ല. 23-ാം ദിവസം രാവിലെ ഞാനാണ് കയ്യെ പിടിക്കുന്നത്, എഴുന്നേൽപ്പിക്കുന്നത്. പല്ല് തേപ്പിച്ചത് എന്റെ കൈ കൊണ്ട്. എന്താ രോഗം എന്നറിയത്തില്ല. ആലപ്പുഴയിലാണ് നിങ്ങൾ പാർക്കുന്നത്. കാണിക്കാൻ ഒരു വൈദ്യനും ഇല്ല, എല്ലാവരെയും കാണിച്ചു. ചികിത്സ തുടർന്നുകൊണ്ടിരുന്നു. കുറെ നാൾ ചികിത്സിക്കും, അല്പസൗഖ്യമാണ്, പിന്നെയും രോഗിയാണ്. ഇനിയൊരു സാധ്യതയില്ല, ജീവിതം തീർന്നു പോയി. ഞാൻ ആകെ അപതാളത്തില എല്ലാ നിലയിലും. ഒരു ഞായറാഴ്ച പകലിൽ മധ്യപ്രദേശ് അതിഥിയായി വന്ന ഒരു എഞ്ചിനീയർ സഹോദരൻ ഞങ്ങളുടെ സഭയിൽ വന്നു. സഭായം കഴിഞ്ഞ് മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് പറയും നിങ്ങളുടെ വീട്ടിൽ വരാൻ. അന്ന് ഡേസി വന്നിട്ടില്ല, ഡേസി രോഗിയായി കിടപ്പാണ്. അദ്ദേഹം അന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോഴാണ് രോഗിയായി കിടക്കുന്ന എൻ്റെ ഭാര്യയെ കാണുന്നത്. ഞാൻ ആളുകളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അവസാനിപ്പിച്ചു. എൻ്റെ അകത്തൊരു പ്രതീക്ഷ, ഒരു സാധ്യതയും കാണുന്നില്ല. എൻ്റെ 2 ആന്റിമാർ, കന്യാസ്ത്രീമാർ, അവർ കോയമ്പത്തൂരിൽ നിന്ന് രോഗിയായി ഡേസിയെ കാണാൻ വന്നു. ഇതൊരു വെള്ളി കൊന്ത തന്നു. എന്നിട്ട് പറയാം, നീ ഉള്ള കഴുത്തിലുണ്ട്, അവൾക്ക് മാതാവ് സൗഖ്യം കൊടുക്കുക. നീ സത്യസമയം ഉപേക്ഷിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഈ രോഗശയ്യയിൽ മരിച്ചു വീണാൽ ഞാൻ ഇത് തിരിച്ചു വാങ്ങുകയില്ല. രക്തം ജയം. അന്ന് രാത്രി, ആ ഞായറാഴ്ച രാത്രി ആ സഹോദരൻ വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമായില്ല. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇത് കണ്ടിട്ട് പ്രയാസം തോന്നുന്നു ബ്രദറെ, ഞാൻ പോയിട്ട് പിന്നെയും വരും. മധ്യപ്രദേശിൽ നാട്ടിൽ ബന്ധുക്കളെ കാണാൻ വന്ന മനുഷ്യനാണ്. ഞാനുമായി ഒരു ബന്ധവുമില്ല. ദൈവമക്കളുടെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്. എന്റെ നാമത്തെ പ്രതി വീടോ അമ്മയപ്പന്മാരോ സഹോദരന്മാരെ ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ അവന്റെ വാക്ക് മാറ്റുകയില്ല. വ്യാഴാഴ്ച രാത്രി സഹോദരൻ ഫോൺ ചെയ്തു, ഇത് പറയും, നാളെ ഞാൻ വീട്ടിൽ വരും, നിങ്ങളവിടെ കാണണം. അദ്ദേഹം വന്ന് വീട്ടിൽ. തൻ്റെ കൂടെ 2 ദൈവദാസന്മാരുണ്ട്. അന്ന് മുളക്കഴ PMG ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കുന്ന ഒരു പാസ്റ്റർ എബ്രഹാം, ചെങ്ങന്നൂർ KSBയിൽ എഞ്ചിനീയർ ആയിരുന്നു ജോഷുവാച്ചാൻ. ഈ 2 മനുഷ്യരുമായിട്ട് ഇവർ വന്നു. അവർ എന്നോടും ഭാര്യയോടും ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. നോക്കൂ, ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറാതെ വരുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോയി, എനിക്കറിയത്തില്ല കർത്താവേ. ആമേൻ. അവർ ബഹളം വെച്ചില്ല. നമ്മുടെ ഒച്ചയുടെ കൂടുതൽ കൊണ്ടല്ല കർത്താവ് സൗഖ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രകടനത്തിലല്ല ദൈവപ്രവൃത്തി, കർത്താവിന്റെ മഹത്വത്തിലാണ്. രക്തം ജയമ. ദൈവദാസന്മാർ ഡേസിയുടെ രോഗക്കിടക്കയുടെ സൈഡിൽ ഇരുന്നു. അവരിന്ന് കരയാൻ തുടങ്ങി. ഞാൻ മുറി ഒരു കൂട്ട നിലവിളിയുടെ സ്ഥലമായി മാറി. ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അന്ന് കർത്താവ് അവളെ സൗഖ്യമാക്കി. നിന്റെ ജീവിതം തകർന്നുവെന്ന് ലോകം പറയുമ്പോൾ, ഒരു വഴിയില്ലെന്ന് ലോകം പറയുമ്പോൾ, ശത്രു നിന്നെ നോക്കി പറയുകയാണ്, ഇല്ല നിന്റെ ജീവിതം തീർന്നുപോയി എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഇല്ല, ഈ കാണുന്നതിനും അപ്പുറം എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സന്ദേശത്തിന്റെ അവസാന ഭാഗം എസെക്കിയേൽ 36 നാം വായിച്ചു തുറന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാമത്തെ വാക്യം. ഇടയ്ക്കുള്ള ഭാവമൊക്കെ വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു. അതുകൊണ്ട് it is an amazing verse. വായിച്ചോട്ടെ.
നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി നിങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യും. ഹല്ലേലൂയ. ശത്രുവിന് കൈവശമായ പുരാതനഗിരികൾ കൈവശമാക്കിയ, ഞങ്ങളെ ശൂന്യമാക്കി കളഞ്ഞ, ഞങ്ങളെ അപവാദ വിഷയമാക്കിയ, ഞങ്ങളെ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെടുത്തിയ ശത്രുവിന്റെ നേരെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് തന്റെ കരം ഉയർത്തി സത്യം ചെയ്യുകയാണ്. നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശത്രുവിന് കഴിയുകയില്ല. നിന്റെ ജീവിതം തകർത്തു കളയുവാൻ ശത്രുവിന് കഴിയുകയില്ല. എനിക്ക് വളരെ പ്രിയപ്പെട്ട പാസ്റ്റർ സാം പുറകിൽ ഇരിപ്പുണ്ട്. താൻ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങൾ, മരണം തന്റെ പിന്നാലെ കൂടിയപ്പോൾ രോഗിയായി വിടുവിക്കാൻ കഴിയുകയില്ല എന്ന് ശത്രു പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ കൈ ഉയർത്തി തന്നെ വിടുവിച്ച ദൈവം ഇന്ന് രാത്രി മുറിക്കകത്തുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാകട്ടെ. ഈ രാത്രി ശത്രുവിനോട് പറയാ, ഇല്ല, നിനക്ക് ഞങ്ങളെ തകർത്ത്